ഇപ്പൊ അടി വാങ്ങാൻ ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യനും എല്ലാം കെട്ടിപ്പിടിച്ച് അടി വാങ്ങുന്നുണ്ട്. ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഓമാരൊക്കെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് ഞാൻ ഹിന്ദുവാണ് മറ്റോ മുസ്ലിമാണെന്ന് പറഞ്ഞിട്ട് തമ്മിൽ തല്ലി ചേരി തിരിഞ്ഞ് ഹിന്ദുക്കൾ അപ്പുറം നിന്ന് മുസ്ലിങ്ങൾക്ക് അപ്പുറം നിന്ന് ക്രിസ്ത്യാനികൾ അപ്പുറം നിന്ന് എല്ലാം കൂടെ വോട്ട് കുത്തി ഇവന്മാർ നമ്മളെ ഉള്ളിലേക്ക് ഇട്ട് തരുന്ന മതവും ചപ്പും ചവറൊക്കെ വിശ്വസിച്ച് നമ്മൾ അവന്മാരെ ജയിപ്പിച്ച് വിട്ടിരിക്കുക. ഇവിടെയുള്ള സപ്പോർട്ട് ചെയ്യുന്ന ഹിന്ദുസ് ആണെങ്കിലും ഏത് ടീമാണെങ്കിലും പറയട്ടെ, ഇവര് നിങ്ങൾക്ക് പണി തന്നുകൊണ്ടിരിക്കുന്നത്, ഈ ഭരിക്കുന്നവന്മാർ നിങ്ങൾക്ക് പണി തന്നുകൊണ്ടിരിക്കുന്നത് മതം നോക്കിയിട്ടോ നിങ്ങളുടെ ജാതി നോക്കിയിട്ടോ അത് നോക്കിയിട്ടോ ഇത് നോക്കിയിട്ടോ ഒന്നുമല്ല. പണം പൈസക്ക് വേണ്ടിയിട്ട് മാത്രമാണ് പരിപാടികൾ മൊത്തം. ഇവിടെ ഒരു എക്സാം പേപ്പർ പോലും നോക്കി എക്സാം പോലും നടത്താൻ പറ്റാത്ത ടീമാണ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ പേരോ വേൾഡ്സ് നമ്പർ 1 ഡെമോക്രാറ്റിക് കൺട്രി. ആ കൺട്രിയിലാണ് ഈ നടക്കുന്നതൊക്കെ. എവിടെ ഡെമോക്രസി? ഡെമോക്രസിന്റെ അവസാനം ഗുണ്ടായിസമാണ് ഈ ഭരിക്കുന്നവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മതം പറഞ്ഞ അമ്പലം പൊളിച്ച് പള്ളി പൊളിച്ച് മനുഷ്യന്മാരെ കൊന്ന് കലാപം ഉണ്ടാക്കി പരസ്പരം ചേരി തിരിച്ച് വോട്ട് വാങ്ങി ജയിച്ച് കുറെ കോർപ്പറേറ്റ്സിന് നമ്മളെ നാടിനെ അടിയറ വെച്ച് അവരെ ഷൂവും കാലും നക്കി കൊടുത്ത് കോർപ്പറേറ്റ്സിന് പൈസ ഉണ്ടാക്കി കൊടുക്കുക. ആ പൈസ ഉണ്ടാക്കി കൊടുക്കുന്നതിന്റെ ഇടയിൽ സ്റ്റുഡൻസ് എന്തായാലും എന്താ, ഇവിടുത്തെ കർഷകരെന്തായാലും എന്താ, ഒന്നും വിഷയമല്ല. അമ്മാരി ടീമാണ് നമ്മുടെ നാടിപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ബി കെയർഫുൾ. ഇപ്പൊ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നവർ ചെയ്തോ, അല്ലാത്തവർ ഒന്നും ചെയ്യണ്ട. ആലോചിച്ചോ, ചിന്തിച്ചോ, മനസ്സിൽ പ്ലാൻ ചെയ്ത് വെച്ചോ. ഇതൊക്കെയാണ് നടക്കുന്നത്. ഇനി ഇതിന്റെ ഭവിഷ്യത്തുകൾ നമ്മളെ മുന്നിൽ നമ്മളെ കണ്ണിന്റെ അടുത്ത് അവിടെ നെറ്റിയിലെത്തുമ്പോൾ നമുക്കപ്പോൾ ഇപ്പൊ ആലോചിക്കുന്നത് അന്ന് ഓർമ്മ ഉണ്ടാവണം. അത്രേ ഉള്ളൂ. വേറെ ഒന്നും ചെയ്യണ്ട. എല്ലാവരും കുറെ അവിടെ യുദ്ധം നടക്കണം, അവിടെ സമരം നടക്കണം, പ്രശ്നം നടക്കണം ഒക്കെ കണ്ട് റീൽസ് ഒക്കെ കണ്ട് ചിരിച്ചിരുന്നോളി. ഇവിടെ എത്തുമ്പോൾ നമ്മൾ പഠിക്കും. ഓക്കെ, സമയമായി, എന്തായാലും സമയമായി എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലാവണം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള പ്രാദേശിക നേതാക്കന്മാരെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇവിടെ അവസ്ഥ. ഈ നേതാക്കന്മാർ എത്രത്തോളം ചീർത്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ എത്രത്തോളം ശോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പാർട്ടിന്റെ അന്ധഭക്തരായിക്കൊണ്ട് ആർക്കും ഒന്നും ചെയ്തു കൊടുക്കണ്ട. യങ്ങേഴ്സിനോട് യൂത്തിനോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ചിന്തിച്ചോ, ഇവിടെ പൈസക്ക് വേണ്ടിയിട്ട് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ജനറേഷനെ മൊത്തം വിറ്റുകൊണ്ടിരിക്കുകയാണ്. അതിന് നമ്മൾ കൂട്ടു നിൽക്കരുത്, അതിന് നമ്മൾ ഇരയായി പോകരുത്.